നമസ്കാരം, ഞാൻ പൂജ വിജയൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC. VS-നെ ഇക്കുറിയും വെട്ടി. ഊഹാപോഹങ്ങൾക്ക് വഴിവെച്ച് VS-നെ വെട്ടിനിരത്തി മലമ്പുഴയിൽ CPM സാധ്യതാ സ്ഥാനാർത്ഥി പട്ടിക. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് സമർപ്പിച്ച പട്ടികയിൽ മലമ്പുഴയിലെ സ്ഥാനാർത്ഥിയായി VS-ന്റെ പേരില്ല. CITU നേതാവ് A. പ്രഭാകരനെ മത്സരിപ്പിക്കണമെന്ന് ജില്ലാ നേതൃത്വം. VS-ന്റെ കാര്യത്തിൽ മനസ്സിലിരിപ്പ് പുറത്തു പറയാത്ത സംസ്ഥാന ഘടകം ഇത്തവണയും വഴിവെക്കുന്നത് ആന്റി ക്ലൈമാക്സിന്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും VS-നു പകരം മലമ്പുഴയിലെ സാധ്യതാ പട്ടികയിൽ ആദ്യമുണ്ടായിരുന്ന പേര് പ്രഭാകരന്റേത്. അച്യുതാനന്ദനെ മലമ്പുഴയിൽ മത്സരിപ്പിക്കാൻ ജില്ലാ ഘടകത്തിന് താൽപര്യമില്ലാതിരിക്കെ ആകാംക്ഷയ്ക്ക് വഴിയൊരുക്കി ആലപ്പുഴ. പിണറായിക്കൊപ്പം VS മത്സരിക്കണമെന്ന PB നിർദ്ദേശത്തിൽ പാർട്ടി സെക്രട്ടേറിയറ്റിലെ ചർച്ച ഇന്ന്. അന്തിമ തീരുമാനം നാളെ സംസ്ഥാന സമിതിയിൽ. തട്ടിപ്പിന്റെ തന്ത്രങ്ങൾ. വിവാദ മദ്യ വ്യവസായി വിജയ് മല്യ 2010 രാജ്യസഭയിൽ നൽകിയ സത്യവാങ്മൂലം പുറത്ത്. 9,000 കോടി രൂപയുടെ വായ്പാ കുടിശ്ശിക മറച്ചുവെച്ച് മല്യ സമർപ്പിച്ചത് തന്റെ പേരിൽ വീടോ സ്ഥലമോ ബാധ്യതകളോ ഇല്ലെന്ന് വ്യാജ വിവരം. വാഹനങ്ങളും സ്വർണവും ഉൾപ്പെടെ 615 കോടിയുടെ സ്വത്തുക്കളുണ്ടെന്നും സത്യവാങ്മൂലം. CBI തിരിച്ചറിയൽ നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കെ രാജ്യം വിട്ട മല്യയുടെ കുടിശ്ശികകൾ തിരിച്ചുപിടിക്കാൻ ബാങ്കുകൾക്ക് ധനവകുപ്പ് നിർദ്ദേശം. അതേസമയം താൻ എവിടേക്കും ഒളിച്ചോടിയിട്ടില്ലെന്നും ദൃശ്യമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് തെറ്റായ വാർത്തകളെന്നും വിജയ് മല്യ. കോടികളുടെ കടമുള്ള മല്യയെ രാജ്യം വിടാൻ അനുവദിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന് അരവിന്ദ് കെജ്രിവാൾ. മല്യ രക്ഷപ്പെട്ടത് ഉന്നതരുടെ അറിവോടെയെന്നും ആരോപണം. ഉൾപോരിന്റെ ഉന്നം. ജേക്കബ് ഗ്രൂപ്പിലും UDF-ലും പ്രതിസന്ധിക്ക് മൂർച്ച കൂട്ടി കടുത്ത നിലപാടുമായി ജോണി നെല്ലൂർ. ഉഭയകക്ഷി ചർച്ചകൾ പോസിറ്റീവ് എന്ന് പറഞ്ഞ് ആശയക്കുഴപ്പമുണ്ടാക്കിയത് അനൂപ് ജേക്കബ്. 3 സീറ്റ് കിട്ടിയില്ലെങ്കിൽ പാർട്ടി വിടാൻ മടിക്കില്ലെന്നും ഭീഷണി. ഔഷധിയുടെ അധ്യക്ഷ സ്ഥാനം താൻ രാജിവെച്ചത് അനൂപ് അറിഞ്ഞില്ലെന്ന് പറഞ്ഞത് ശരിയല്ല. രാജിക്കാര്യം ഡെയ്സി ജേക്കബിനെയും അനൂപിനെയും അറിയിച്ചിരുന്നു. പാർട്ടിക്ക് വിലപേശാനുള്ള അവസരം അനൂപ് ഇല്ലാതാക്കിയെന്നും വിമർശനം. അങ്കമാലി സീറ്റിനെ ചൊല്ലി ജേക്കബ് ഗ്രൂപ്പും കോൺഗ്രസുമായി കലഹം തുടങ്ങിയത് കഴിഞ്ഞ ദിവസം. തർക്കങ്ങൾക്കിടെ മാണിയെ പിളർത്തി ജനാധിപത്യ കേരള കോൺഗ്രസ് രൂപീകരിച്ച ഫ്രാൻസിസ് ജോർജുമായി ജോണി ചർച്ച നടത്തിയെന്നും അഭ്യൂഹം. സ്വകാര്യം മതിയെന്ന് സർക്കാർ. വിവാദങ്ങളിൽ കുടുങ്ങി വീണ്ടും ലോട്ടറി അച്ചടി. സംസ്ഥാന ഭാഗ്യക്കുറി അച്ചടി സ്വകാര്യ പ്രസിനെ ഏൽപ്പിക്കാൻ സർക്കാർ ഉത്തരവ്. സിഡ്കോയ്ക്ക് 26% ഓഹരിയുള്ള സ്വകാര്യ പ്രസിനെ അച്ചടി ഏൽപ്പിക്കാനുള്ള പുതിയ നീക്കം കേന്ദ്ര ലോട്ടറി ചട്ടങ്ങൾക്ക് വിരുദ്ധം. വിവാദ തീരുമാനം സർക്കാർ പ്രസ്സുകളുടെയും KBPS-ന്റെയും അപേക്ഷ മറികടന്ന്. അച്ചടി സ്വകാര്യ പ്രസിനെ ഏൽപ്പിച്ച നികുതി വകുപ്പ് ഉത്തരവിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് KBPS MD ടോമിൻ തച്ചങ്കരി. ലോട്ടറി അച്ചടിക്കാൻ KBPS-ൽ സൗകര്യമില്ല എന്നത് തെറ്റായ വാദമെന്ന് തച്ചങ്കരി. ഇക്കാര്യം തെളിയിച്ചാൽ KBPS-ലെ അച്ചടി നിർത്താൻ തയ്യാറെന്ന് വെല്ലുവിളി. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2,660 രൂപ, പവൻ 21,280 രൂപ, വെള്ളി ഗ്രാമിന് 65 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.